നമസ്കാരം. ഇംഗ്ലീഷ് ഭാഷ അനായാസമായി കൈകാര്യം ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു പ്രോഗ്രാം ഈ ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. A to Z ചാലഞ്ച്. ഈ പ്രോഗ്രാമിൻ്റെ 4ാമത്തെ ക്ലാസ്സാണിത്. പാർട്ട് 4 ആണ്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി ഇതിൻ്റെ ഒരു പശ്ചാത്തലം മാത്രം നിങ്ങളോട് ഞാൻ വിശദീകരിച്ചിരുന്നു. എന്താണ് സ്പോക്കൺ ഇംഗ്ലീഷ്, എങ്ങനെയാണ് കഴിവ് നമുക്ക് ആർജിക്കാൻ സാധിക്കുന്നത്, എന്തൊക്കെ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകണം, എന്തൊക്കെ പരിശീലനങ്ങൾ ആവശ്യമാണ്, എങ്കിൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങളുമായി ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ, അതായത് പാർട്ട് 3-ൽ ഇംഗ്ലീഷ് ആൽഫബറ്റ് നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. A മുതൽ Z വരെയുള്ള ലെറ്റേഴ്സും അതിൻ്റെ പ്രൊനൗൺസിയേഷനും ഒക്കെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ഈ ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാനും കൃത്യമായി ഇംഗ്ലീഷ് എഴുതുവാനും നിങ്ങൾക്ക് സാധിക്കും. ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഏറ്റവും സുഖകരമായ രീതിയിൽ ക്ലാസ് മുന്നോട്ട് നീങ്ങാനും നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് എനിക്ക് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വിസിഷൻ പ്രോഗ്രാമിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേർഡ് എന്ന ആശയമാണ്. വാക്കുകൾ. എന്താണ് ഒരു വേർഡ്? വേർഡ്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? എന്തൊക്കെ തരത്തിലുള്ള വേർഡ്സ് ഉണ്ട്? ടൈപ്പ് ഓഫ് വേർഡ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ലളിതമായ ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വളരെ സങ്കീർണമായ ടോപ്പിക്കും ഏറ്റവും ലളിതമായ രീതിയിൽ നിങ്ങളിൽ എത്തിക്കുവാനും നിങ്ങൾക്ക് എത്രയും വേഗം ഇംഗ്ലീഷ് സംസാരിക്കാനും ഇംഗ്ലീഷ് എഴുതുവാനും കൈകാര്യം ചെയ്യുവാനുമുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഈ ക്ലാസ്സുകൾ നടത്തുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ഒരു വേർഡ്? വാട്ട്സ് എ വേർഡ്? നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, A group of letters that makes a sense. ആശയമുള്ള, അർത്ഥമുള്ള അക്ഷരങ്ങളുടെ കൂട്ടമാണ് ഒരു വാക്ക് എന്ന് പറയുന്നത്. ശരിയാണ്, അതിൽ തർക്കമില്ല. പക്ഷെ നമ്മൾ അല്പം കൂടി ഒന്ന് ആഴമായി ചിന്തിച്ചാൽ അത് ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് അല്ല, അത് യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ആണ്. ഭാഷയുടെ ഒരു ശകലം എന്ന് പറയാം, ഒരു ഭാഷയുടെ ഒരംശം. അപ്പോൾ നമുക്ക് അതിങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം. എ വേർഡ് ഈസ് എ യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ദാറ്റ് ഹാസ് എ മീനിങ് ഓർ എ സെൻസ്, എ പ്രൊനൗൺസിയേഷൻ. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ഹാവ് എ റിട്ടൺ റെപ്രസെൻറ്റേഷൻ. അതിനൊരു അർത്ഥമുണ്ടാകണം, അതിനൊരു ഉച്ചാരണം ഉണ്ടാകണം. ഒരു വാക്ക് നമുക്ക്, ഒരു വേർഡ് നമുക്ക് വായിക്കാൻ സാധിക്കണം, അതുപോലെ അത് എഴുതാനും സാധിക്കണം. എങ്കിൽ മാത്രമേ അതിനൊരു വാക്കായി, ഒരു വേർഡായി നമുക്ക് പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തൊക്കെയാണ് ഒരു വേർഡിൻ്റെ ഫങ്ഷൻസ്? ഒരു സെൻറ്റൻസിൽ വരുമ്പോൾ, ഒരു വാചകത്തിൽ വരുമ്പോൾ എന്തൊക്കെ കർത്തവ്യങ്ങളാണ്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഒരു വേർഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമുക്കറിയാം, ഒരു വേർഡ് പേരുകളായി വരാം. എന്തെങ്കിലും വസ്തുവിൻ്റെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒരു അവസ്ഥയുടെയോ ഒക്കെ പേരായി ഒരു വേർഡ് വരാം. അപ്പോൾ നൗൺ അല്ലെങ്കിൽ നെയിം എന്ന ഒരു ഫങ്ഷൻ, ഒരു പേര് കൊടുക്കുക എന്നുള്ള ഒരു ഫങ്ഷൻ ഒരു വേർഡിന് ചെയ്യാൻ സാധിക്കും. അത് സെൻറ്റൻസ് നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ദ ഡോഗ് ഈസ് ബാർക്കിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പേരുണ്ട്, ആ ഒരു മൃഗത്തിൻ്റെ പേരുണ്ട്, ഡോഗ്. അപ്പോൾ ആ ഡോഗ് എന്ന് പറയുന്ന വേർഡിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നെയിമിംഗ് ആണ്, പേര് കൊടുക്കുക എന്നുള്ളതാണ്. ആ സെൻറ്റൻസിൽ ആ വേർഡിൻ്റെ ഫങ്ഷൻ അത് നെയിം, പേര് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിനെ പറയാം, അതിനൊരു നൗൺ എന്ന് പറയാം. അപ്പോൾ ഒരു സെൻറ്റൻസിൽ വേർഡ് നൗൺ ആയിട്ട് പ്രവർത്തിക്കാറുണ്ട്. അടുത്തത്, ഒരു സെൻറ്റൻസിൽ ഒരു വേർഡ് വെർബായിട്ട് പ്രവർത്തിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാം. ഈ സെൻറ്റൻസ് തന്നെ നമുക്ക് എടുക്കാം, ദ ഡോഗ് ഈസ് ബാർക്കിംഗ്. അതിൽ ബാർക്കിംഗ് എന്ന് പറയുന്ന, ബാർക്ക് എന്ന് പറയുന്ന വേർഡ് അവിടെ ഒരു വെർബാണ്. ഡോഗ് നൗൺ ആണെങ്കിൽ ബാർക്ക് വെർബാണ്. അപ്പോൾ ആ സെൻറ്റൻസിൽ ബാർക്ക് എന്ന് പറയുന്ന ആ ഒരു വേർഡിന് വെർബിൻ്റെ ഫങ്ഷനാണ് അവിടെ ചെയ്യുന്നത്. നൗൺസിനെ വിശേഷിപ്പിക്കുന്ന, ഡിസ്ക്രൈബ് ചെയ്യുന്ന ഫങ്ഷൻ ചെയ്യാം. ഒരു ഫ്ലവർ, ഇപ്പോൾ റോസ് ഒരു ഫ്ലവറാണ്, നമുക്കറിയാം. എങ്ങനെയുള്ള റോസാണ്? റെഡ് റോസ്. അപ്പോൾ റെഡ് എന്ന് പറയുന്ന വേർഡ് അതൊരു നൗൺ അല്ല, അല്ലെങ്കിൽ അതൊരു പേരല്ല, അതൊരു പ്രവൃത്തിയുടെ പേരല്ല, അതൊരു നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന, ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ്. അതുകൊണ്ട് അത് ഒരു ആഡ്ജക്റ്റീവാണ്. അപ്പോൾ ആ സെൻറ്റൻസിൽ റോസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് റെഡ് എന്ന് പറയുന്നത്. അപ്പോൾ റെഡ് എന്ന് പറയുന്ന വേർഡ് അവിടെ ഒരു ആഡ്ജക്റ്റീവ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു സെൻറ്റൻസിൽ ഒരു വേർഡിനെ നൗൺ ആയിട്ട് പ്രവർത്തിക്കാം, വെർബായിട്ട് പ്രവർത്തിക്കാം,
ആഡ്ജക്റ്റീവായിട്ട് പ്രവർത്തിക്കാം. ഇനിയും മറ്റെന്തെങ്കിലും ഉണ്ടോ? ആഡ്വേർബായിട്ട് പ്രവർത്തിക്കാം. ദ ഡോഗ് ഈസ് ബാർക്കിംഗ് ലൗഡ്ലി. ഡോഗ് എന്ന് പറയുന്നത് നൗണാണ്, ബാർക്ക് എന്ന് പറയുന്നത് വെർബാണ്. എങ്ങനെയാണ് അത് ബാർക്ക് ചെയ്യുന്നത്? ലൗഡ്ലി ആണ്, ഉറക്കെയാണ്. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയെ ക്വാളിഫൈ ചെയ്യുന്നത് കൊണ്ട് അതൊരു ആഡ്വർബാണ്. ഇതെല്ലാം ഓരോന്നും വിശദമായിട്ട് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചൊരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭിക്കുക എന്ന് മാത്രമേ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനിയും വേർഡ്സ് ഒരു സെന്റൻസിൽ പ്രോനൗൺ ആയിട്ട് പ്രവർത്തിക്കാം. ഞാൻ മുൻപുള്ള ക്ലാസ്സുകളിലൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒരു പ്രോനൗൺ. ഒരു നൗൺ പല പ്രാവശ്യം ആവർത്തിക്കാതിരിക്കുന്നതിന് പകരം ഉപയോഗിക്കുന്ന വേർഡ് ഇൻസ്റ്റഡ് ഓഫ് എ നൗൺ. ഒരു നൗൺ ആവർത്തിച്ച് ഉപയോഗിക്കാതിരിക്കുന്നതിന് പകരം ഉപയോഗിക്കുന്ന വേർഡാണ് ഒരു പ്രോനൗൺ. അത് ഹി ആകാം, ഷീ ആകാം, ഇറ്റ് ആകാം, ദേ ആകാം, ഒക്കെ ആകാം, ദിസ് ആകാം, ദാറ്റ് ആകാം, ദീസ്, ദോസ് ഒക്കെ ആകാം. നൗൺ ആവർത്തിക്കുക. ഓരോ സെന്റൻസിലും നമ്മൾ ഒരേ നൗൺ തന്നെ ആവർത്തിച്ച് നമ്മൾ പറയുമ്പോൾ അത് കേൾക്കുന്നതിൻ്റെ വിരസതയും പറയുന്നതിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ വരാം. അപ്പോൾ ആ നൗണിൻ്റെ ആവർത്തനം നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് വേർഡ് ഉപയോഗിക്കാം. അതിനെ പ്രോനൗൺ എന്ന് പറയും. അപ്പോൾ ഈ പറഞ്ഞ 5 ഫങ്ഷൻസ് പ്രൈമറി ഫങ്ഷൻസ് ആണ്. നൗൺ, വെർബ്, ആഡ്ജക്റ്റീവ്, ആഡ്വേർബ് ആൻഡ് പ്രോനൗൺ. ഇത് ഒരു സെന്റൻസിലെ പ്രൈമറി ഫങ്ഷനാണ് ഒരു വേർഡിൻ്റെ. ഇതിൻ്റെ പ്രാഥമികമായ അതിൻ്റെ കർത്തവ്യം ആണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഇത് നമുക്ക് പെട്ടെന്നൊരു സെന്റൻസ് തിരിച്ചറിയാൻ സാധിക്കും. ഏതാണ് നൗണ്? പേരായ ശബ്ദമാണ് നൗണ്. ഏതാണ് വെർബ്? ഒരു പ്രവൃത്തിയുടെ പേര് പറയുന്നതാണ് വെർബ്. ഏതാണ് ആഡ്ജക്റ്റീവ്? ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് ആഡ്ജക്റ്റീവ്. ഏതാണ് ആഡ്വർബ്? ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്നതാണ് ആഡ്വർബ്. ഏതാണ് ഒരു പ്രോനൗൺ? ഒരു നൗണിന് പകരം ഉപയോഗിക്കുന്നതാണ് പ്രോനൗൺ. ഞാൻ ഇതെല്ലാം ഈ ടേം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള അവസരമില്ല. നമുക്ക് സായിപ്പന്മാരായിട്ടുള്ള ആരും നമുക്ക് കൂട്ടുകാരില്ല, നമുക്ക് ആരോടും സംസാരിക്കാനില്ല. അത് പിന്നെ അടുത്ത നമ്മുടെ മാർഗം എന്ന് പറയുന്നത് നമ്മളെ ഭാഷയെ പഠിക്കുക എന്നുള്ളതാണ്. ഭാഷ പഠിച്ച് നമുക്ക് പറയാൻ സാധിക്കും. ബേസിക് ആയിട്ട് ലാംഗ്വേജ് പഠിച്ച്. അപ്പോൾ ഗ്രാമർ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സ്ഥാനത്താണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ഗ്രാമർ പഠിക്കേണ്ടതില്ല. സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷൻസ് എല്ലാം നമ്മൾ പഠിച്ചിരുന്നാൽ അനായാസം നമുക്കത് സമയത്ത് നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ 5 ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്രൈമറി ഫങ്ഷൻസ് ആണ്. ഇനി അത് കൂടാതെ സെക്കൻഡറി ഫങ്ഷൻസ് ഉണ്ട്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഫങ്ഷൻ. സെക്കൻഡറി ഫങ്ഷൻ ഓഫ് വേർഡ്സ്. വാക്കുകൾ ഒരു സെൻറ്റൻസിൽ സെക്കൻഡറി ഫങ്ഷൻ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ കേട്ടിട്ടുണ്ട് പ്രിപ്പോസിഷൻസ്. ഒരു ഗതി നിയന്ത്രിക്കുന്ന വേർഡ്സാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു റിലേഷൻ നിർണ്ണയിക്കുന്ന വേർഡ്സാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഐ എം ഗോയിങ് ടു മാർക്കറ്റ്. ടു എന്ന വേർഡ് അവിടെ ഒരു പ്രിപ്പോസിഷനാണ്. എൻ്റെ ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഗതി മാർക്കറ്റിലേക്ക് പോവുകയാണ്, അത് നിർണ്ണയിക്കുന്ന വേർഡാണ് അവിടെ ടു എന്ന് പറയുന്നത്. അതുപോലെ ഫ്രം, ഐ എം കമ്മിങ് ഫ്രം മൈ ഹോം. ഈ ഫ്രം എന്ന് പറയുന്നത് അവിടെ പ്രിപ്പോസിഷനാണ്. അവിടെയും ഒരു ഗതി നിർണ്ണയിക്കുന്നതാണ്. അതായത് ഒരു നൗണിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ നൗണിൻ്റെ സ്റ്റേറ്റ് നിർണ്ണയിക്കുന്നത്, അതല്ലെങ്കിൽ നൗണുമായുള്ള ബന്ധം നിർണ്ണയിക്കുന്ന ഏതാനും ചില വാക്കുകളാണ് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട് പ്രിപ്പോസിഷൻസ്. ഓൺ ഒരു പ്രിപ്പോസിഷനാണ്, അണ്ടർ ഒരു പ്രിപ്പോസിഷനാണ്, എബവ് ഒരു പ്രിപ്പോസിഷനാണ്, ടു, ഫ്രം, ഇതെല്ലാം പ്രിപ്പോസിഷൻസ് ആണ്. ഇതെല്ലാം വിശദമായി നമുക്ക് പിന്നീട് പഠിക്കാം. എങ്കിലും എന്താണ് പ്രിപ്പോസിഷൻ എന്ന് ഞാനൊന്ന് പറഞ്ഞത് മാത്രം. അടുത്ത ഒരു സെക്കൻഡറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺജങ്ഷൻസ് ആണ്. പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ. അത് വാക്കുകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കാം, സെന്റൻസുകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കാം, ആശയങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കാം. അങ്ങനെ കണക്റ്റിംഗ് വേർഡ്സ് ആണ് ഈ കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഒരു കൺജങ്ഷനാണ്, ബട്ട് ഒരു കൺജങ്ഷനാണ്, അതുപോലെ ആസ് വെൽ ആസ്, നോ സൂണർ ദാൻ, അത്തരത്തിലുള്ളതെല്ലാം കൺജങ്ഷൻസ് ആണ്. വേർഡ്സിനെയും സെന്റൻസിനെയും പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ്. ഇതിനെ കൺജങ്ഷൻസ് എന്ന് പറയും. അതൊരു സെക്കൻഡറി ഫംഗ്ഷനാണ്, വേർഡിൻ്റെ ഒരു സെക്കൻഡറി ഫംഗ്ഷനാണ്. അടുത്ത ഒരു സെക്കൻഡറി ഫംഗ്ഷൻ ഇന്റർജെക്ഷൻ ആണ്. ഇന്റർജങ്ഷൻ അല്ല, ഇന്റർജെക്ഷൻ ആണ്. നമുക്ക് സ്ട്രോങ് ഫീലിംഗ് പറയേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ പ്രകടിപ്പിക്കേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്ന ചില അർത്ഥമില്ലാത്ത വാക്കുകളാണ് ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത്. ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഓ എന്ന് പറയുന്ന ഒരു ശബ്ദമാണത്. അതൊരു ഇന്റർജെക്ഷൻ വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊരു വേർഡിൻ്റെ ഒരു സെക്കൻഡറി ഫംഗ്ഷനാണ്. ഓ എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷനും അവിടെ ഒരു വേർഡാണ്, പക്ഷേ അത് ഇന്റർജെക്ഷൻ എന്ന ഒരു വിഭാഗത്തിൽ വരും. അടുത്തൊരു വിഭാഗം ആർട്ടിക്കിൾസ് ആണ്. എ ആൻഡ് ദി.
അത് നമ്പർ തീരുമാനിക്കാനോ അതുപോലെ ഇപ്പം തന്നെ ഒരു ആഡ്ജക്റ്റീവായിട്ട് പ്രവർത്തിക്കാനോ ഒക്കെ എ ആൻഡ് ദി ഉപകരിക്കും. ആദ്യം പറഞ്ഞ 5 പ്രൈമറി ഫംഗ്ഷൻ ആണെങ്കിൽ രണ്ടാമത് പറഞ്ഞ ആ 4 അത് സെക്കൻഡറി ഫംഗ്ഷനാണ്. നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഈ സെക്കൻഡറി ഫംഗ്ഷനാണ്. ഇതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതും പരിശീലിക്കേണ്ടതും. വേർഡ്സ് നമുക്ക് ആർജിക്കാൻ സാധിക്കും. അത് ഡിക്ഷണറിയുടെ സഹായത്തോടെയോ മറ്റേതെങ്കിലും ടീച്ചേഴ്സിൻ്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകളിലൂടെയൊക്കെ നമുക്ക് വേർഡ് പവർ നമുക്ക് ആർജിക്കാം, വൊക്കാബുലറി ആർജിക്കാം. പക്ഷേ ഈ സെക്കൻഡറി ഫംഗ്ഷൻ വേർഡ്സ് ആർജിക്കണമെങ്കിൽ അത് നമുക്ക് ഡിക്ഷണറി വെച്ച് പഠിക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. അത് പറഞ്ഞു തന്നെ നമ്മുടെ ബ്ലഡിൽ ലയിക്കണം. നമ്മൾ അറിയാതെ നമ്മുടെ ബ്ലഡിൽ ലയിക്കുമ്പോൾ അറിയാതെ നമ്മളിൽ നിന്നും നാവിൽ നിന്നും അത് പുറപ്പെടും. അവിടെയാണ് പരിശീലനത്തിൻ്റെ ആവശ്യം. ഒരു സെൻറ്റൻസ് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അതിൽ നൗണും വെർബും ആഡ്വർബും ആഡ്ജക്റ്റീവും ഒക്കെ നമുക്ക് തിരിച്ചറിയാം. പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാം. സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാം, ദിസ് ഈസ് എ നൗൺ, ദിസ് ഇസ് എ വെർബ്, ദിസ് ഇസ് എൻ ആഡ്ജക്റ്റീവ് നമുക്ക് പറയാം. അല്ല, എന്തുകൊണ്ട് ഇത് ആഡ്ജക്റ്റീവ് ആയിരിക്കും ചോദിച്ചാൽ കൃത്യമായ മറുപടിയുണ്ട്. പക്ഷേ സെക്കൻഡറി ഫംഗ്ഷൻ വേർഡ്സിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുകയില്ല. അത് നമ്മൾ അറിയാതെ നമ്മുടെ ബ്ലഡിൽ അത് ലയിക്കണം. അതാണ് ഭാഷ നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അറിയാതെ തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾക്കത് വരണം. അത് വരണമെങ്കിൽ ഈ ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തേ പറ്റൂ. ആദ്യം ഇത് ക്ലാസ്സുകൾ നിങ്ങൾ കാണുക, സാധിക്കുന്നവരെല്ലാം നോട്ട് കുറിക്കുക. അതിനുശേഷം വോക്കൽ പ്രാക്ടീസ് ചെയ്ത് ഇതെല്ലാം നമ്മുടെ സ്വന്തമാക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ തീർച്ചയായും ഇംഗ്ലീഷ് എഴുതുകയും ഇംഗ്ലീഷ് പറയുകയും ചെയ്യും എന്നെനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന പല ടേംസും വിശദമായിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ ആകമാനം ഒരു ആശയം, ഒരു അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ക്ലാസ്സാണിത്. നിങ്ങളിത് തറവായി കാണണം, പല പ്രാവശ്യം നിങ്ങളിത് കാണണം. അപ്പോൾ വേർഡെന്ന് പറയുന്ന ആശയം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിക്കണം, നോട്ട് കുറിക്കണം, പ്രാക്ടീസ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ ഏറ്റവും അനിവാര്യമായ മറ്റൊരു ലെസണുമായി നമുക്ക് വീണ്ടും കാണാം. പാർട്സ് ഓഫ് സ്പീച്ച് നമുക്ക് പരിചയപ്പെടാം. ടിൽ ദെൻ, ബൈ.